ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും ഒരേ അളവിൽ അനുഗ്രഹം പ്രാപിക്കാത്തത്? വിശുദ്ധ പൗലോസിനെയോ വിശുദ്ധ അഗസ്റ്റിനെയോ പോലെ തന്നെ ദ്രോഹിച്ചവർക്ക് അസാധാരണമായ അനുഗ്രഹങ്ങൾ ദൈവം നിർലോഭം വർഷിക്കുന്നു. മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദം നഷ്ടമാവാതെ ചില വിശുദ്ധരെ ദൈവം പ്രത്യേകം കാത്തു സൂക്ഷിക്കുമ്പോൾ, മറ്റു ചില സാധുക്കൾ ദൈവനാമം ഉച്ചരിക്കാൻ പോലും ആവാതെ അന്തരിച്ചു പോകുന്നു. എന്നാൽ ഇതിൻ്റെ രഹസ്യം എനിക്ക് ഉപദേശിച്ചു തരുവാൻ യേശു തിരുമനസ്സായി. അവിടുന്ന് സൃഷ്ടിച്ച എല്ലാ പുഷ്പങ്ങളും, ചെറുതും വലുതും എല്ലാം അഴകുള്ളവയാണെന്ന് എനിക്ക് ബോധ്യമായി. യേശുവിൻ്റെ ഉദ്യാനമാകുന്ന ആത്മാക്കളുടെ ലോകത്തിൻ്റെ സ്ഥിതിയും ഇതുതന്നെ. മഹാവിശുദ്ധരെ സൃഷ്ടിച്ച ദൈവം തീരെ ചെറിയവരെയും സൃഷ്ടിച്ചിരിക്കുന്നു. തിരുമനസ് നിറവേറ്റുന്നതിലും അവിടുന്ന് നൽകുന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിലുമാണ് പുണ്യപൂർണത അടങ്ങിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. എന്തു മനോഹരമായിരുന്നു ആ ദിനങ്ങൾ. അമ്മച്ചി കത്തുകളിൽ എഴുതിയിരുന്നത് പോലെ ഞാൻ വലിയ വികൃതിയായിരുന്നല്ലേ. അമ്മച്ചി ഞാൻ സ്വർഗത്തിൽ പോകുമോ? പോകും, പക്ഷേ നല്ല കുട്ടിയായിരുന്നാൽ മാത്രമേ പോകൂ. അപ്പോ നല്ല കുട്ടിയല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നാൽ അമ്മച്ചി സ്വർഗത്തിൽ ഉണ്ടാവുമല്ലോ. ഞാൻ അമ്മച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കും. നല്ല ദൈവം പിന്നെങ്ങനെ എന്നെ പിടിച്ചു മാറ്റും? അത് ശരിയാ. അപ്പൊ പിന്നെ പിടിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. അമ്മച്ചി രണ്ട് കൈയും കൊണ്ട് എന്നെ മുറുകി പിടിക്കില്ലേ? പിന്നെ അല്ലാതെ. എന്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും നരകത്തിന് വിട്ടുകൊടുക്കില്ല. എന്റെ പൊന്നമ്മച്ചി, അമ്മച്ചി മരിക്കാൻ ഞാൻ എന്തുമാത്രം ആശിക്കുന്നു. മോളെ, നീ എന്താ പറഞ്ഞേ? അത്രയ്ക്ക് ആഗ്രഹമാണോ ഞാൻ മരിക്കാൻ? എന്റെ കുഞ്ഞിന് പിന്നെ അമ്മയുണ്ടാകില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതമ്മച്ചി മോശത്തിൽ പോകാൻ വേണ്ടിയാ. അവിടെ പോകണമെങ്കിൽ മരിക്കണമെങ്കിൽ അമ്മച്ചി പറഞ്ഞിട്ടില്ലേ? എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ കൊച്ചുറാണി ഇന്ന് എന്ത് കുസൃതിയാണ് കാട്ടിയത്? അപ്പച്ചന്റെ കുഞ്ഞുറാണി അമ്മച്ചിക്ക് മരണം ആശംസിച്ചു. എന്തിനെന്നറിയോ? വേഗം സ്വർഗത്തിൽ പോവാൻ. അതെയോ? അമ്പടാ. പിന്നെ സ്വർഗം അമ്മച്ചിക്ക് മാത്രം മതിയോ? അപ്പച്ചനും വേണ്ടേ? ശരിയാ. എന്നാൽ അപ്പച്ചനും വേഗം മരിച്ച് സ്വർഗത്തിൽ പോവാം. അവരെ കാണാനില്ലല്ലോ അമ്മച്ചി. അവര് വരാൻ സമയമായില്ലേ? എന്താ ഇത്ര വൈകുന്നേ? എന്റെ മോളെ, അല്പം കൂടി ക്ഷമിക്കൂ. കുർബാന കഴിഞ്ഞാൽ ഉടനെ അവരെത്തില്ലേ? എനിക്കറിയാം, മോൾക്ക് അപ്പം കഴിക്കാനല്ലേ ഇത്ര തിടുക്കം. അതെ അമ്മച്ചി, വാഴ്ത്തപ്പെട്ട അപ്പം എനിക്ക് എന്ത് ഇഷ്ടാന്ന. എന്തെന്നറിയോ? അതിൽ ഈശോ ഇല്ലേ? ചേച്ചി, എനിക്ക് അപ്പം തരൂ, വേഗം വേഗം. തെരേസ,
കുർബാന അപ്പത്തിൽ യേശുദൈവം ഉണ്ടെന്നല്ലേ അമ്മച്ചി പറഞ്ഞത്? ഇത്ര വലിയ ദൈവത്തിന് ഇത്ര ചെറിയ അപ്പത്തിലായിരിക്കാൻ എങ്ങനെ കഴിയും? അതിനത്ര അത്ഭുതമൊന്നുമില്ല ചേച്ചി. നല്ല ദൈവം സർവശക്തനല്ലേ? സർവശക്തൻ എന്ന് പറഞ്ഞ എന്താ? ഇഷ്ടമുള്ള എല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ലേ? അതുകൊണ്ട് ഈ കുഞ്ഞു നോസ്തിയിലും ഇരിക്കാൻ പറ്റും. സെലിൻ, തെരേസ, നോക്കൂ, എന്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. ആർക്ക് വേണം? ആർക്ക് വേണം? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഇതാ, ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. ഇഷ്ടമുള്ളതെടുത്തോളൂ. എനിക്കിതെല്ലാം വേണം, എനിക്കിതെല്ലാം വേണം. എനിക്ക് മുഴുവൻ വേണം എൻ്റെ കർത്താവേ, എനിക്ക് മുഴുവൻ വേണം. പരിപൂർണതയ്ക്ക് അനേകം പദവികളുണ്ടെന്നും അങ്ങ് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളിൽ നിന്ന് ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ഞാൻ അറിയുന്നു. എനിക്കൊരു പകുതി പുണ്യവതി ആകണ്ട, ഒരു പൂർണ്ണ പുണ്യവതിക്ക് വേണ്ട മുഴുവൻ സഹനങ്ങളും എനിക്ക് വേണം. അത് തന്നെയാണല്ലോ അങ്ങയുടെ ആഗ്രഹവും. 1865 മുതൽ അമ്മ സെലിഗ്വരിന് ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. 1876 അത് അപകട നിലയിലെത്തുകയും സുഖപ്രാപ്തി അസാധ്യമായി തീരുകയും ചെയ്തു. അങ്ങനെ 45 വർഷം നീണ്ട ആസുകൃത ജന്മം 1877 ഓഗസ്റ്റ് 28 ഇഹലോകവാസം വെടിഞ്ഞ് നാഥൻ്റെ പക്കലേക്ക് യാത്രയായി. പാവം കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കിനി അമ്മയില്ലല്ലോ. ചേച്ചിയാണ് ഇനി എൻ്റെ അമ്മച്ചി. എന്നാൽ എനിക്ക് പൗളിൻ ചേച്ചി ആയിരിക്കും എൻ്റെ അമ്മച്ചി. എനിക്കറിയാം നിങ്ങളുടെ അമ്മ നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. അവർ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക കൂടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കാതെ എഴുന്നേറ്റ് അവരവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടണം. കൂടുതൽ സ്നേഹത്തിലും സമാധാനത്തിലും കഴിയണം. എൻ്റെ കർത്താവേ,
അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകുന്ന രക്തം താഴെ വീഴുന്നല്ലോ. അത് ശേഖരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. എൻ്റെ കർത്താവേ, ആത്മാക്കളുടെ പേരിലുള്ള അങ്ങയുടെ ദാഹം എന്നെ ദഹിപ്പിക്കുന്നു. കടുത്ത പാപികളെ നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ എരിയുന്നു. കൊച്ചുറാണി, നീ അറിഞ്ഞോ? ആ പ്രിൻസിനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാണ് കേൾക്കുന്നത്. അതാരാ സെലിൻ ചേച്ചി? ഒരു ദുഷ്ടനായ കള്ളനാണ് അയാൾ. കുറച്ചു നാളുകൾക്ക് മുൻപ് മോഷണ ശ്രമത്തിനിടയിൽ ഒരു വീട്ടിലെ 2 സ്ത്രീകളെയും ഒരു കുഞ്ഞിനെയും അയാൾ കൊലപ്പെടുത്തി. വൈദികരുടെ പ്രേരണയാൽ അയാൾ ഇതിനോടകം കുമ്പസാരിച്ചു കാണുമല്ലേ ചേച്ചി? അതാണ് മോളെ കൂടുതൽ സങ്കടകരം. അയാൾ കുമ്പസാരം നിഷേധിച്ചു എന്നാണ് അറിഞ്ഞത്. അയ്യോ, അപ്പോൾ അയാൾ പാപത്തിൽ തന്നെ മരിക്കില്ലേ? നരകത്തിൽ പോകേണ്ടി വരില്ലേ? ഇല്ല ചേച്ചി, നമുക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ യോഗ്യതകളും തിരുസഭയുടെ ഭണ്ഡാകാരം മുഴുവനും നല്ല ദൈവത്തിന് ഞാൻ സമർപ്പിക്കും. എൻ്റെ നിയോഗത്തിനു വേണ്ടി ചേച്ചി ഒരു കുർബാന ചൊല്ലിക്കാമോ? എൻ്റെ മോളെ, നീ ആ പാപിയെ ഏറ്റെടുത്തുവല്ലേ? തീർച്ചയായും ഞാൻ കുർബാന ചൊല്ലിക്കാം ഇപ്പോൾ തന്നെ. എൻ്റെ ഈശോയെ, ആ പാവം പ്രിൻസിനിക്ക് അനുതാപത്തിൻ്റെ കൃപ നൽകണേ. എൻ്റെ ഈശോയെ, ആ പാവം പ്രിൻസിനിക്ക് അനുതാപത്തിൻ്റെ കൃപ നൽകണേ. എൻ്റെ ഈശോയെ, ആ പാവം പ്രിൻസിനിക്ക് അനുതാപത്തിൻ്റെ കൃപ നൽകണേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഫ്രൻസിനെ അങ്ങ് രക്ഷിച്ചു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണിത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ ഞാൻ നേടും. എൻ്റെ ഈശോയോട് വിശ്വസ്തയായിരിക്കേണ്ടതിന് അഗ്നിജ്വാലകളിലൂടെ നടക്കാൻ അങ്ങനോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനും ഒരുക്കമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്ഷണത്തോട് അനുഭാവം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിബന്ധങ്ങളും അനുഭവപ്പെട്ടു. എൻ്റെ ചേച്ചിമാരെ കാണാൻ കർമ്മല മഠത്തിലെ സന്ദർശനങ്ങൾ എനിക്ക് അധികം വിഷമകരമായി തീർന്നു. ഉത്സാഹമില്ലായ്മ എന്നെ ബാധിച്ചു തുടങ്ങി. ഞാൻ തീരെ കൊച്ചാണെന്ന് തോന്നുകയാൽ മരിയേച്ചി എൻ്റെ മഠത്തിലെ പ്രവേശനം തടയാൻ സകല കഴിവുകളും പ്രയോഗിച്ചു. എന്നെ പരീക്ഷിക്കാൻ ആഗ്നസമ്മേ, അങ്ങ് പോലും എൻ്റെ തീക്ഷ്ണതയെ മന്ദീഭവിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ ശ്രമിച്ചിരുന്നു. കർമ്മല മഠത്തിൽ ചേരാനുള്ള താല്പര്യത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സെലിൻ ചേച്ചിയോട് പറയാൻ ഞാൻ തുനിഞ്ഞില്ല. അതവളെ ഏറെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ താമസിയാതെ കുഞ്ഞേച്ചി ഈ വിവരം അറിഞ്ഞു. എന്നാൽ എൻ്റെ അപ്പച്ചനോട് ഞാനിത് എങ്ങനെ പറയും?
അതും മൂത്ത 3 പുത്രിമാരെ നേരത്തെ തന്നെ ബലിയർപ്പിച്ചു കഴിഞ്ഞ അദ്ദേഹത്തോട്. കൊച്ചുറാണി, എന്താ ചേച്ചി? ഞാൻ ഈ കേട്ടത് ശരിയാണോ? എന്താ? കൊച്ചുറാണി, നീ കർമ്മല മഠത്തിൽ ചേരാൻ തീരുമാനിച്ചോ? എൻ്റെ കൊച്ചുറാണി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എങ്കിലും നിന്റെ ദൈവവിളി എൻ്റേത് കൂടിയാണ്. നമ്മുടെ ഈശോയ്ക്ക് വേണ്ടിയല്ലേ. ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഇത് നമ്മുടെ അപ്പച്ചനെ അറിയിച്ചോ? ഇല്ല, എനിക്കറിയാം ചേച്ചി. അപ്പച്ചന് ഇത് ഏറ്റവും സങ്കടകരമായിരിക്കും. എന്നാലും ഈശോ അതിന് വഴിയൊരുക്കും. വരുന്ന പെന്തക്കോസ്താ ദിനത്തിൽ അപ്പച്ചനെ അറിയിക്കാനാണ് എൻ്റെ തീരുമാനം. കൊള്ളാം. നമ്മെ ക്ഷണിച്ച യേശു തന്നെ നമ്മെ സഹായിക്കും. ആ, എൻ്റെ കൊച്ചുറാണി, നീയോ? നീ ഇവിടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കല്പം സഹായമായേനെ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. നോക്കൂ കൊച്ചുറാണി, ഈ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം എത്ര വൈവിധ്യമുള്ളതും മനോഹരവുമാണ്. നമ്മുടെ കർത്താവ് എങ്ങനെ അവയെ പരിപാലിക്കുന്നു എന്ന് നോക്കൂ. ശരിയാ അപ്പച്ച. ഭൂമിയിലെ പൂന്തോട്ടങ്ങൾക്ക് ഇത്ര ഭംഗിയെങ്കിൽ സ്വർഗത്തിലെ ഈശോയുടെ പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് എന്ത് ഭംഗിയായിരിക്കും. ശരിയാ കൊച്ചുറാണി. ഈശോയുടെ പൂന്തോട്ടത്തിലെ ചെറുപുഷ്പമാകാൻ എനിക്ക് കൊതിയാകുന്നു അപ്പച്ച. കരയുന്നോ? എന്താ കൊച്ചുറാണി, കാര്യം തുറന്നു പറയൂ. അപ്പച്ച, എനിക്കും ഈശോയുടെ പൂന്തോട്ടത്തിലെ ഒരു ചെറു പുഷ്പമാകണം. എനിക്കും കർമ്മല സഭയിൽ ചേരണം അപ്പച്ച. നീ എന്താ പറയുന്നതിൻ്റെ കൊച്ചുറാണി? അതെ അപ്പച്ച, എനിക്ക് കർമ്മല മഠത്തിൽ ചേർന്ന് ചേച്ചിമാരെ പോലെ ഒരു കന്യാസ്ത്രീയായി യേശുവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് അനുവാദം തരില്ലേ അപ്പച്ച? മോളെ, നിനക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. ഇത്ര ഗൗരവമുള്ള ഒരു തീരുമാനം നീ എടുക്കാറായിട്ടില്ല. ഇല്ല അപ്പച്ച, വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ എൻ്റെ ഈശോയ്ക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ചേച്ചിമാരെ പോലെ തന്നെ ഞാനും വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. എനിക്ക് ബോധ്യമാകുന്നുണ്ട് കൊച്ചുറാണി, നിന്റെ ഈ ആഗ്രഹം ദൈവത്തിൽ നിന്ന് തന്നെയാണെന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുമക്കളെ ഇപ്രകാരം ആവശ്യപ്പെടുന്നത് വഴി അങ്ങ് ഈ എളിയവനെ എത്രയധികം ബഹുമാനിക്കുന്നു. അപ്പച്ചൻ്റെ അനുവാദം ലഭിച്ചതിന് ശേഷവും കർമ്മലമഠ പ്രവേശനം എളുപ്പമായിരുന്നില്ല. കഠിനമായ ക്ലേശങ്ങളാൽ എൻ്റെ ദൈവവിളി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ തീരുമാനം അമ്മാച്ചനെ ഞാൻ അറിയിച്ചു. വേർപാടിന് സമ്മതം നൽകിയില്ലെന്ന് മാത്രമല്ല, 17 വയസ്സിന് മുമ്പ് ദൈവവിളിയുടെ കാര്യം മിണ്ടിപ്പോകരുതെന്ന് താക്കീതും തന്നു. 15 വയസ്സുള്ള ഒരു കുട്ടിയെ കർമ്മലമഠത്തിൽ തളച്ചിടുന്നത് മാനുഷിക വിവേകത്തിന് നിരക്കാത്തതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഞാൻ വിഷാദാവസ്ഥയിലായി. അനുവാദത്തിനായി അമ്മാച്ചനെ ദിവസങ്ങൾക്ക് ശേഷം
സമീപിക്കുന്നതിന് മുമ്പ് 3 ദിവസത്തെ അതികഠിനമായ വേദസാക്ഷിത്വ അനുഭവത്തിലൂടെ നല്ല ദൈവം എന്നെ കടത്തിവിട്ടു. പൂങ്കാവനത്തിൽ മരണവേദന അനുഭവിച്ച യേശു എന്നോണം ഞാനും ഏകാന്തത അനുഭവിച്ചു. അതായിരുന്നു രാത്രി, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി. ആര്? കൊച്ചുറാണിയോ? ആ, വരൂ വരൂ. മോള് മഠത്തിൽ ചേരാനുള്ള അനുവാദത്തിനായി എൻ്റെ മനസ്സ് മാറ്റണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്താ കേട്ടത്? ശരിയാണോ? എന്നാൽ പ്രാർത്ഥന നിർത്തിക്കോളൂ. അതെന്താ, അമ്മാച്ചന് ഇപ്പോഴും എതിർപ്പാണോ? മോളെ, നല്ല ദൈവം തൻ്റെ ഉദ്യാനത്തിൽ അർത്തറിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ചെറുപുഷ്പമാണ് നീ. നിനക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമാകില്ല. കർമ്മല മഠത്തിൽ ചേരുന്നതിന് അപ്പച്ചൻ്റെയും അമ്മാച്ചൻ്റെയും അനുമതി കിട്ടിയെങ്കിലും 21 വയസ്സ് തികയാതെ മഠത്തിൻ്റെ സുപ്പീരിയറായ വൈദികൻ സമ്മതിക്കില്ലെന്ന് ആഗ്നസമ്മേ അങ്ങ് പറഞ്ഞപ്പോൾ വ്യസനം തോന്നി. എങ്കിലും ധൈര്യം കൈവെടിയാതെ അപ്പച്ചനും സെലിൻ ചേച്ചിയും ഒരുമിച്ച് ഞാൻ തന്നെ ബഹുമാനപ്പെട്ട പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നു. പക്ഷേ നിരുത്സാഹപരമായ സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് പിതാവേ, അവളുടെ ഈ ആഗ്രഹം ബാലിശമായ ഒന്നല്ലെന്നും ഏറെ നാളത്തെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നോക്കൂ, ഇത്രയും ഗൗരവമുള്ള തീരുമാനമെടുക്കാൻ പ്രായം കൊണ്ട് അവളായിട്ടില്ലല്ലോ. ഈ മഠത്തിൽ ചേരാൻ അല്പം താമസിച്ചത് കൊണ്ട് തലക്കേടൊന്നുമില്ല. വേണമെങ്കിൽ വീട്ടിൽ തന്നെ കർമ്മലീത്ത ജീവിതം നയിക്കാൻ ഇവൾക്ക് സാധിക്കും. ചമ്മട്ടിയടിയില്ലെന്ന് കരുതി സകലവും ശൂന്യമായി പോകയില്ലല്ലോ. ഓ എൻ്റെ കുഞ്ഞേ, ഞാൻ മെത്രാൻ്റെ പ്രതിനിധി മാത്രമാണ്. തിരുമേനി അനുവാദം തരുന്ന പക്ഷം എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത്. അപ്പച്ചൻ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറച്ചിരുന്നു. 15 വയസ്സിൽ കർമ്മല സഭയിൽ ചേരാൻ മെത്രാനച്ചൻ സമ്മതിച്ചില്ലെങ്കിൽ മാർപ്പാപ്പയുടെ സന്നിധി വരെ പോലും പോകണമെന്ന് ഞാൻ ഉറച്ചു. ഒക്ടോബർ 31 അപ്പച്ചനും ഞാനും കൂടെ മെത്രാനച്ചനെ കാണാൻ ബയോവിലേക്ക് പുറപ്പെട്ടത്. ആ യാത്ര എനിക്ക് എന്തുമാത്രം വിഷമകരമായിരുന്നു. ബയോവിലെത്തി ഞങ്ങൾ നേരെ പോയത് മോൺസിഞ്ഞൂർ റവറോണിയുടെ പക്കലേക്കാണ്. അദ്ദേഹം ഞങ്ങളെ സൗമ്യമായി സ്വീകരിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മോൺസിഞ്ഞോർ. ഇന്നും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
യാത്രയൊക്കെ സുഖകരമായിരുന്നു? തീർച്ചയായും മോൺസിഞ്ഞോർ. കൊച്ചു തെരേസ എന്തു പറയുന്നു? യാത്രയൊക്കെ നീ ആസ്വദിച്ചുവോ? ഉവ്വ് മോൺസിഞ്ഞോർ. ഏതായാലും ഇതിനു വേണ്ടി നിങ്ങൾ വന്നു എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. വൈകണ്ട, നമുക്ക് തിരുമേനിയുടെ പക്കലേക്ക് പോകാം. കൂടെ വരിക. ആഹാ, കണ്ണിൽ മുത്തുമണികൾ കാണുന്നുണ്ടല്ലോ. തിരുമേനിയെ ഇതൊന്നും കാണിക്കരുത് കേട്ടോ. ഈശോയുടെ സന്യാസിനിക്ക് അനുസരിക്കാൻ കഴിവുണ്ടോ എന്ന് കൂടി അറിയണം. തെരേസ, മോള് കർമ്മലമഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് വളരെ കാലമായോ? ഉവ്വ് തിരുമേനി, വളരെ കാലമായി. ഏതായാലും 15 വർഷമായി എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അത് ശരി മോൺസിനോർ, പക്ഷേ അധികമൊന്നും കുറയ്ക്കാനില്ല. തിരിച്ചറിവ് വന്ന നാൾ മുതൽ സന്യാസിനിയാകാൻ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങി. കർമ്മല മഠത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അതിൽ പ്രവേശിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായി. കാരണം എൻ്റെ ആത്മാവിൻ്റെ അഭിലാഷങ്ങളെല്ലാം ആ സഭയിൽ നിറവേറുമെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നോക്കൂ തെരേസ, നിനക്കിപ്പോൾ 15 വയസ്സ് പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഏതാനും വർഷങ്ങൾ കൂടെ നിന്റെ പ്രിയപ്പെട്ട അപ്പച്ചനോടൊന്നിച്ച് കഴിഞ്ഞുകൂടെ? അപ്പച്ചനും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ക്ഷമിക്കണം തിരുമേനി, അവളുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായും ഈശോയും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവരുടെ അഭിലാഷത്തിന് ഒരു തടസ്സമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീരെ നിരാശപ്പെടേണ്ട. ആശകളെല്ലാം അസ്തമിച്ചിട്ടൊന്നുമില്ല. നിന്റെ ദൈവവിളി ഉറപ്പിക്കാനായി റോമയാത്ര ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് കരയാതെ നീ സന്തോഷിക്കൂ കുഞ്ഞേ. അടുത്ത ആഴ്ച ഞാൻ ഇറ്റലിയിലേക്ക് പോകും മുമ്പ് കർമ്മല മഠത്തിൻ്റെ സുപ്പീരിയറോട് നിന്റെ കാര്യം സംസാരിക്കുന്നതാണ്. ഇറ്റലിയിൽ വെച്ച് തീർച്ചയായും നിനക്കൊരു മറുപടി ലഭിക്കും. തിരുമേനിക്കറിയോ, എൻ്റെ കൊച്ചുറാണിയാണെങ്കിൽ പ്രായം കൂടുതൽ തോന്നിക്കാൻ മുടി പൊക്കി കെട്ടിവെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. കൊച്ചുമോൾ ദൈവത്തിന് ആത്മാർപ്പണം ചെയ്യുക, അവളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അപ്പച്ചൻ വെമ്പൽ കൊള്ളുക. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും കാണാനിടയായിട്ടില്ല. അങ്ങനെ നവംബർ 20 ഞായറാഴ്ച പരിശുദ്ധ ലെയോ 13 മാർപ്പാപ്പയുടെ ദിവ്യബലിക്കായി അണഞ്ഞു. അന്നത്തെ സുവിശേഷത്തിലെ വാക്യം ഇപ്രകാരമായിരുന്നു: ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. തൻ്റെ രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ സന്ദർഭോചിതമായ വാക്യം എൻ്റെ മനോവിശ്വാസം വർദ്ധിപ്പിച്ചു. വിശുദ്ധ ബലിക്ക് ശേഷം പരിശുദ്ധ പിതാവ് ഒരു ഉന്നത സിംഹാസനത്തിൽ ആരൂഢനായി. പരിശുദ്ധ പിതാവിനോട് സംസാരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ വലത്തുവശത്ത് മോൺസിഞ്ഞൂർ റെവറോണി നിൽക്കുന്നത് കണ്ടപ്പോൾ
എൻ്റെ ധൈര്യമാകെ ക്ഷയിക്കുന്നത് പോലെ തോന്നി. ഞാൻ തിരിഞ്ഞ് സെലിൻ ചേച്ചിയെ നോക്കി. ചേച്ചി പറഞ്ഞു, സംസാരിക്കൂ എന്ന്. എത്രയും പരിശുദ്ധ പിതാവേ, വലിയൊരു ആനുകൂല്യം എനിക്ക് അങ്ങയോട് അപേക്ഷിക്കാനുണ്ട്. അങ്ങയുടെ ജൂബിലിയുടെ ബഹുമാനത്തിനായി 15 വയസ്സിൽ കർമ്മല മഠത്തിൽ പ്രവേശിക്കാൻ എന്നെ അനുവദിക്കണമേ. എനിക്ക് ശരിയായി മനസ്സിലായില്ലല്ലോ. പരിശുദ്ധ പിതാവേ, 15 വയസ്സിൽ കർമ്മലമഠത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണവൾ. ആ പ്രശ്നം അധികാരികൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം കുഞ്ഞേ, അധികാരികൾ പറയുന്നത് പോലെ ചെയ്യുക. എത്രയും പരിശുദ്ധ പിതാവേ, അങ്ങ് സമ്മതിച്ചാൽ പിന്നെ യാതൊരു പ്രതിബന്ധവും അവശേഷിക്കുകയില്ല. കൊള്ളാം, അങ്ങനെ തന്നെ ആവട്ടെ. നല്ല ദൈവം കനിയുന്ന പക്ഷം നീ പ്രവേശിക്കും. അങ്ങനെ ഏറെ കാത്തിരുന്ന കർമ്മലസഭ പ്രവേശന ദിനം വന്നണഞ്ഞു. 1890 ഏപ്രിൽ 9 പ്രഭാതം. ഉറ്റവരുടെ സ്നേഹത്തെ പിരിയുക എന്നത് എനിക്കും അതിലേറെ അവർക്കും വേദനാജനകം തന്നെയായിരുന്നു. കാത്തു കാത്തിരുന്നൊരാത്മദാന ദിനമിത്, കാലം സ്നേഹ ചുംബനത്താൽ ഉണർത്തും കാവ്യമിത്. ഉള്ളിൽ തെങ്ങും ആത്മഹർഷം, നെഞ്ചേറ്റും സ്നേഹവർഷം, നെഞ്ചിടിപ്പിതുള്ളിലേറും വിങ്ങലറിഞ്ഞുവോ. കാത്തു കാത്തിരുന്നൊരാത്മദാന ദിനമിത്, കാലം സ്നേഹ ചുംബനത്താൽ ഉണർത്തും കാവ്യമിത്. നിന്റെ സ്നേഹഗീതി പാടാൻ ചങ്കു തന്നു നിന്നെ നേടാൻ, സ്വന്ത ബന്ധനങ്ങളുള്ളിൽ പിൻവിളികളേറ്റിടുമ്പോൾ കെട്ടുപോകും ജീവിതങ്ങൾ, ആത്മരക്ഷാരോധനങ്ങൾ, പാപച്ചെറ്റിലാണ്ടുപോയോ പ്രാണനായി കേണിടുന്നു. ആരെനിക്കായി പോകുമെന്നോ പ്രാണനാഥ ഞാൻ വരുന്നു. ആരെനിക്കായി പോകുമെന്നോ പ്രാണനാഥ ഞാൻ വരുന്നു. കാത്തു കാത്തിരുന്നൊരാത്മദാന ദിനമിത്, കാലം സ്നേഹ ചുംബനത്താൽ ഉണർത്തും കാവ്യമിത്. ഉള്ളിൽ തെങ്ങും ആത്മഹർഷം, നെഞ്ചേറ്റും സ്നേഹവർഷം, നെഞ്ചിടിപ്പിതുള്ളിലേറും വിങ്ങലറിഞ്ഞുവോ. കാത്തു കാത്തിരുന്നൊരാത്മദാന ദിനമിത്, കാലം സ്നേഹ ചുംബനത്താൽ ഉണർത്തും കാവ്യമിത്.
വ്രതവാഗ്ദാനത്തിന് ഏതാനും ദിവസം മുമ്പ് മാർപ്പാപ്പ തിരുമനസ്സിലെ ആശീർവാദം പ്രാപിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒടുവിൽ എൻ്റെ വിവാഹത്തിൻ്റെ വ്രതവാഗ്ദാനത്തിൻ്റെ സുന്ദര ദിനം വന്നണഞ്ഞു. കാർമേഘമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കൊടുങ്കാറ്റ് തലേ ദിവസം എൻ്റെ ആത്മാവിൽ ആഞ്ഞടിച്ചു. 1890 സെപ്റ്റംബർ 7 രാത്രി നിശാ നമസ്കാരത്തിന് ശേഷം കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെരേസ, നീ എന്തിനിവിടെ വന്നു? നിന്റെ ദൈവവിളി കേവലം സ്വപ്നം മാത്രമാണ്. അത് മായയാണ്. കർമ്മല മഠത്തിലെ ജീവിതം നിനക്ക് വേണ്ടിയുള്ളതല്ല. ക്ഷണിക്കപ്പെടാതെ ഇവിടേക്ക് വന്ന് നീ നിന്റെ അധികാരികളെ വഞ്ചിക്കുകയല്ലേ? നിനക്ക് ദൈവവിളിയില്ല തെരേസ. മദർ, ഞാനിതിന് യോഗ്യയല്ല. എന്നെ പോകാൻ അനുവദിക്കൂ. എന്തു പറ്റി ത്രേസ്യ? എന്തു പറ്റി? മദർ, ഇവിടെ ജീവിച്ച് കർത്താവിൻ്റെ മണവാട്ടിയാകുക എന്നത് എൻ്റെ മാത്രം ഇഷ്ടമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ ഇഷ്ടം നേടുക എന്നത് എൻ്റെ സ്വാർത്ഥതയാണോ? മദർ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ പൊന്നു കുഞ്ഞെ, ഇത് നിന്റെ ഇഷ്ടമല്ല. നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ തിരുവുള്ളമാണ്. മറിച്ചുള്ള ചിന്ത കർത്താവിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണെന്ന് അറിയുക. ഇത് നിന്നെക്കുറിച്ചുള്ള നല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിശാചിനെ തുരത്തുവാൻ നീ എളിമയുടെ പ്രകടനം ചൊല്ലുക. ഏപ്രിൽ 9 തൻ്റെ 15-ാമത്തെ വയസ്സിൽ ലിസിയു കർമ്മല മഠത്തിൽ പ്രവേശിച്ച കൊച്ചു ത്രേസ്യ ഉണ്ണീശോയുടെ തെരേസ എന്ന നാമം സ്വീകരിച്ചു. തുടർന്നുള്ള 10 വർഷക്കാലം കർമ്മല മഠത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസ്തയോടും ഒരു ശിശുവിനടുത്ത നിഷ്കളങ്ക സ്നേഹത്തോടും പൂർണ്ണമായ ദൈവാശ്രയത്തോടും കൂടെ നിർവഹിച്ചു. വിയറ്റ്നാമിലെ ഹാനോയിലെ കാർമലൈറ്റ് മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുവാൻ തെരേസ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അനാരോഗ്യം മൂലം സാധിച്ചില്ല. 1896 ഏപ്രിൽ മാസത്തോടെ കൊച്ചു ത്രേസ്യയുടെ ക്ഷയരോഗം സ്ഥിരീകരിക്കപ്പെട്ടു. ക്ഷയരോഗം സമ്മാനിച്ച തീവ്രയാതനകൾക്കിടയിലും സഹനശക്തിയുടെ ഉജ്ജ്വല ദൃഷ്ടാന്തമായി അവർ നിലകൊണ്ടു. 1897 സെപ്റ്റംബർ 30 നാഥൻ്റെ പക്കലേക്ക് യാത്രയാകും വരെ.
ഡോക്ടർ കോർണിയ. ഹലോ സിസ്റ്റർ ആഗ്നസ്, ഇപ്പോഴെങ്ങനെയുണ്ട്? നിങ്ങളിപ്പോൾ വന്നത് വളരെ നന്നായി ഡോക്ടർ. സിസ്റ്റർ തെരേസ തീരെ അവശ്യ നിലയിലാണ്. ശ്വസിക്കാൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വായിലൂടെ രക്തവും വരുന്നുണ്ട്. സിസ്റ്ററിൻ്റെ നില അതീവ ഗുരുതരമാണ്. ഈ അവസ്ഥയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വെറും 2% മാത്രമാണ്. അമ്മേ, എനിക്ക് ഉടനെ തന്നെ കുമ്പസാരിക്കണം. അന്ത്യലേപനം നൽകാൻ ചാപ്പലിനോട് അമ്മ അപേക്ഷിക്കണം. മരണം അടുത്തിരിക്കുന്ന ഈ സമയത്ത് സഹോദരിക്ക് പേടിയുണ്ടോ? ആ, ഭയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കള്ളന് ഭയമില്ലേ? ഇത്തവണ അവൻ വാതിക്കലെത്തിയിട്ടുണ്ട്. അല്ല, അവൻ വാതുക്കലല്ല, അകത്ത് കയറിക്കഴിഞ്ഞു. എങ്കിലും കൊച്ചമ്മ എന്താണ് ഈ പറയുന്നത്? എനിക്ക് കള്ളനെ ഭയമില്ലേ എന്നോ? ഞാൻ ഇത്രയേറെ സ്നേഹിക്കുന്ന ആളെ എങ്ങനെയാ ഭയപ്പെടുക? സിസ്റ്റർ, നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാൻ സിസ്റ്ററിന് സമ്മതമാണോ? തീർച്ചയായും മദർ. ആ ചുമതല അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. മാരകപാപത്തിൽ വീഴാതിരുന്നത് കൊണ്ടാണ് എനിക്ക് നല്ല ദൈവത്തിൽ ഇത്ര വിശ്വാസമെന്ന് എല്ലാവരും വിചാരിച്ചേക്കാം. എന്നാൽ സകല പാപങ്ങളും ഞാൻ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എരിയുന്ന അഗ്നിയിൽ വീഴുന്ന ജലഗണിക പോലെ ആ പാപകൂമ്പാരമെല്ലാം ഇല്ലാതാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സിസ്റ്റർ ഇനിയൊന്ന് വിശ്രമിച്ചോളൂ. അമ്മേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഭൂമിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകാൻ സാധിക്കില്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് എന്തൊരു വിഷമമായിരിക്കും. സിസ്റ്ററിന്റെ ഈ ജീവിതം തന്നെ എല്ലാവർക്കും ഒരു മാതൃകയല്ലേ? എൻ്റെ ദൗത്യം ആരംഭിക്കാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുന്നതിനും എൻ്റെ ഈ കൊച്ചു വഴികളിൽ ആത്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള ദൗത്യം നല്ല ദൈവം അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗീയ ജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചിലവഴിക്കും. അതെ, എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മദർ,
ഇന്നത്തെ രാത്രി കടന്നു പോകുമോ എന്ന് സംശയമാണ്. ആത്മാവിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താവുന്നതാണ്. സിസ്റ്റർ ഒന്ന് വരൂ. വേഗം പോയി ചാപ്ലിനെ കണ്ട് രോഗിലേപനത്തിനുള്ള സമയമായെന്ന് അറിയിക്കണം. പിന്നെ സിസ്റ്റർ ജനവീവിൻ്റെ മുറിയിൽ സംസ്കാരത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. ഡോക്ടർ എന്ത് പറഞ്ഞു? സഹന ഇനിയും നീളാൻ സാധ്യത കുറവാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അന്ത്യലേപനം നൽകാനും അദ്ദേഹം പറഞ്ഞു. എൻ്റെ രോഗാവസ്ഥ ഏറെയും കുറഞ്ഞു വയ്ക്കുന്നതിൽ എനിക്ക് അതിശയം തോന്നുന്നു. എനിക്കിനി 1 മാസം കൂടിയുണ്ടെന്ന് ഡോക്ടർ ക്രോണിയർ പറഞ്ഞപ്പോൾ ഞാൻ വിസ്മയിച്ചു പോയി. എന്നാൽ ഇന്നിത് അദ്ദേഹം പറയുന്നു വേഗം അന്ത്യലേപനം നൽകുവാൻ. ഏതായാലും എൻ്റെ അന്തരംഗം ഏറെ പ്രശാന്തമാണ്. ജീവിക്കണമെന്നോ മരിക്കണമെന്നോ എനിക്കിനി ആഗ്രഹമില്ല. അവിടുന്ന് എന്ത് ചെയ്യുന്നു അതാണ് എനിക്കിഷ്ടം. സിസ്റ്ററെ, ലക്ഷണങ്ങൾ ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളൊക്കെ കാണിക്കുന്നത് ക്ഷയരോഗമാണെന്നാണ്. അത് കുടലിനെ വരെ ബാധിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ശ്വാസോച്ഛ്വാസമൊക്കെ ഭയങ്കര വേദനയുള്ളതായിരിക്കും. ശരിയാണ് ഡോക്ടർ. ഇരുമ്പ് മുള്ളുകളിന്മേൽ കിടക്കുന്നത് പോലെ വേദനിക്കുന്നുവെന്ന് സിസ്റ്റർ പറയാറുണ്ട്. അവർക്ക് ശ്വസിക്കാൻ പകുതി ശ്വാസകോശമേ അവശേഷിക്കണുള്ളൂ. ഒരുപക്ഷെ 1 മാസം കൂടി ജീവിച്ചേക്കാം. വിശ്വാസമുള്ളത് എന്തൊരു അനുഗ്രഹമാണ് മദർ. എനിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ 1 നിമിഷം പോലും ശങ്കിക്കാതെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. നല്ല ദൈവം ധൈര്യം തന്നില്ലായിരുന്നെങ്കിൽ എനിക്കെന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് ഓർക്കുക വയ്യ. അതെ, നല്ല ദൈവം സിസ്റ്ററെ ഒരിക്കലും കൈവിടില്ല. അമ്മയ്ക്കറിയോ, വളരെ നാൾ കൂടി ഇന്ന് ഞാൻ സ്വീകരിച്ച ദിവ്യകാരുണ്യം ആർക്കാണ് സമർപ്പിച്ചതെന്ന്? വൈദിക വൃത്തി ഉപേക്ഷിച്ചു പോയ ഫാദർ ലോയ്സന് വേണ്ടിയായിരുന്നു. എനിക്കുള്ളതും എനിക്ക് കിട്ടുന്നതുമെല്ലാം തിരുസഭയ്ക്കും ആത്മാക്കൾക്കും വേണ്ടിയാണ്. സിസ്റ്റർ, ഫാദർ ബേറിനൊരു കത്തെഴുതണം. ഫാദർ ബേർ അറിയുവാൻ ഉണ്ണി യേശുവിൻ്റെ തെരേസ എഴുതുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സഹോദര, ഞാൻ തുറമുഖത്ത് എത്തിക്കഴിയുമ്പോൾ ലോകമഹാസമുദ്രത്തിലെ കൊടുങ്കാറ്റിനിടയിലും യാത്ര ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അങ്ങയെ ഞാൻ പഠിപ്പിക്കാം. ശിശു സഹജമായ സ്നേഹവും ആത്മാർപ്പണവും ശീലിക്കുക. അപ്പച്ചൻ തന്നെ സ്നേഹിക്കുന്നുവെന്നും ആപൽ സന്ധിയിൽ തന്നെ സഹായിക്കാതെ തനിയെ വിടുകയില്ലെന്നും ശിശുവിനറിയാമല്ലോ. സരളവും സ്നേഹനിർഭരവുമായ മനോവിശ്വാസത്തിൻ്റെ മാർഗമാണ് ഏറ്റവും പറ്റിയത്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളൊരു കുഞ്ഞു പുണ്യവതിയാണ് ശുശ്രൂഷിക്കുന്നത് കേട്ടോ. ത്രേസ്യ, മരണം എന്നായിരിക്കുമെന്നതിനെ പറ്റി മുന്നറിവ് വല്ലതുമുണ്ടോ? എൻ്റെ അമ്മേ, മുന്നറിവോ? അക്കാര്യത്തിൽ എനിക്കുള്ള അജ്ഞത അങ്ങ് അറിഞ്ഞിരുന്നുവെങ്കിൽ അമ്മ അറിയാത്തതൊന്നും എനിക്കും അറിവില്ല.
എൻ്റെ കുഞ്ഞേ തെരേസ. അമ്മായി, നോക്കൂ, ഞാൻ എന്തെല്ലാമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും പഴങ്ങളും കൂടാതെ ചോക്ലേറ്റും ഉണ്ട്. ഒത്തിരി സന്തോഷവും നന്ദിയും ഉണ്ട് അമ്മായി. ഒന്ന് കാണാൻ സാധിച്ചല്ലോ. അമ്മാച്ചൻ സുഖമായിരിക്കുന്നു? ഓ, താമസിയാതെ അദ്ദേഹവും വരും. മദർ, സിസ്റ്ററിൻ്റെ ആരോഗ്യസ്ഥിതി തീർത്തും വഷളാണ്. ശ്വാസകോശത്തിൻ്റെ ഇടതുവശം മുഴുവൻ ക്ഷയത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉമ്മച്ചി, ഭൂമിയിലെ വായു എന്നെ വെടിയുകയാണ്. സ്വർഗത്തിലെ വായു നല്ല ദൈവം എപ്പോഴായിരിക്കും എനിക്ക് തരിക? മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നതിനെ പറ്റി എനിക്ക് ഭയമില്ല. എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വേർപാടെന്ന രഹസ്യം എന്താണ്? ഈ ചിന്ത ഞാൻ ദൈവത്തിന് വിടുന്നു. ഓ എൻ്റെ അമ്മേ, ഇതാണോ മരണവേദന? മരണത്തെ ഞാൻ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? മരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മേ, ഇത് തന്നെയാണോ? അതെ അതെ കുഞ്ഞുമോളെ. ഉടനെ തന്നെ മരിച്ചിരുന്നെങ്കിൽ എന്തു ഭാഗ്യമായിരുന്നേനെ. ശ്വാസം പൂർണ്ണമായി നിലയ്ക്കുന്നത് എപ്പോഴാണ്? വയ്യ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ, മറിയമേ. അതെ, ഞാൻ മനസ്സാകുന്നു, പൂർണ്ണ മനസ്സാകുന്നു. എത്ര നല്ല ആത്മാവ്! ഇവർ വരപ്രസാദത്തിൽ സ്ഥിരപ്പെട്ടതുപോലെ തോന്നുന്നു. മദർ, അമ്മേ, അമ്മേ,
ഞാൻ മരിക്കാറായില്ലേ? ഓ എൻ്റെ സാധു കുഞ്ഞെ, ഇത് തന്നെയാണ് മരണവേദന. ഒരു പക്ഷേ ദൈവം ഏതാനും മണിക്കൂറുകൾ കൂടി നീട്ടിയേക്കാം. കൊള്ളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേ, അമ്മേ, അമ്മേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു. അമ്മേ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്.
അതിനത്ര അത്ഭുതമൊന്നുമില്ല ചേച്ചി. നല്ല ദൈവം സർവശക്തനല്ലേ? പിന്നെ അല്ലാതെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും നരകത്തിന് വിട്ടുകൊടുക്കില്ല. അവർ നിങ്ങൾക്ക് ഒരു നല്ല മാതൃക കൂടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കാതെ എഴുന്നേറ്റ് അവരവരുടെ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് എല്ലാ ആത്മാക്കളും ഒരേ അളവിൽ അനുഗ്രഹം പ്രാപിക്കാത്തത്? കർമ്മലമഠത്തിലെ ജീവിതം നിനക്ക് വേണ്ടിയുള്ളതല്ല. ക്ഷണിക്കപ്പെടാതെ ഇവിടേക്ക് വന്ന് 1888 ഏപ്രിൽ 9 തൻ്റെ 15-ാമത്തെ വയസ്സിൽ ലിസിയോ കർമ്മലമഠത്തിൽ